ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി യെഹെസ്കേൽ 14:13-14 വായിക്കാം. മനുഷ്യപുത്രാ, ഒരു ദേശം എന്നോട് ദ്രോഹിച്ച് പാപം ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ നേരെ കൈനീട്ടി അപ്പം എന്ന കോൽ ഒടിച്ച് ക്ഷാമം വരുത്തി മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഛേദിച്ചു കളയും. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദൈവമായ യഹോവ ഒരു ജനതയെ ന്യായം വിധിക്കുമെന്ന് പറയുന്ന ഒരു വേദഭാഗമാണിതെങ്കിലും ഇവിടെ ദൈവം 3 മനുഷ്യരെ പേരെടുത്ത് പറഞ്ഞ് അവർ അവിടെ ഉണ്ടെങ്കിലും ന്യായവിധിയിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്ന് പറയുന്നു. ഈ പുരുഷന്മാരെ മാത്രമേ അവരുടെ നീതി നിമിത്തം രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. ഈ പുരുഷന്മാരെക്കുറിച്ച് ദൈവം പറഞ്ഞ സാക്ഷ്യം നമുക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഇവർക്ക് ഇത്ര വലിയ ബഹുമതി ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിഞ്ഞു. ദാനിയേലാണെങ്കിൽ ഈ സമയം ജീവനോടെ ഇരിക്കുന്നുണ്ട്. യെഹെസ്കേൽ ഈ പ്രവചിക്കുന്ന കാലഘട്ടത്തിൽ ദാനിയേൽ ബാബിലോണിലുണ്ടായിരുന്നു. ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ നിന്ന് ഇങ്ങനൊരു സാക്ഷ്യം പ്രാപിക്കാൻ ദാനിയേലിന് കഴിഞ്ഞു. ഒരു സാധാരണ ന്യായവിധിയുടെ സമയത്താണ് നമുക്ക് വിശ്വസ്തനായ ദാസനെ എന്നുള്ള വിളിയൊക്കെ കേൾക്കാൻ കഴിയുന്നത്. പക്ഷെ അതിനു മുമ്പേ ഇത്തരം ഒരു ബഹുമതി ഒരു മനുഷ്യൻ്റെ വിശ്വസ്ത ജീവിതത്തിന് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. ദാനിയേൽ തൻ്റെ കൗമാരപ്രായത്തിൽ നെബൂഖദ്നേസർ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയി കൽദയരുടെ വിദ്യയും ഭാഷയും പഠിപ്പിച്ച് രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്കാക്കി. അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നവരെ ചണ്ടന്മാരാക്കിയ ശേഷമാണ് ശുശ്രൂഷയ്ക്ക് നിയമിക്കുക പതിവ്. ദാനിയേലിന് ഒരു കുടുംബമുള്ളതായിട്ടും അതിനകത്ത് പറയുന്നില്ല. അതായത് ഒരു വലിയ ജാതീയ സമൂഹത്തിലേക്ക് പിടിക്കപ്പെട്ട് സ്വന്തം ശരീരം തന്നെ നിർജ്ജീവമാക്കപ്പെട്ട് സേവനം അർപ്പിക്കേണ്ടി വന്നു. എങ്കിലും ദാനിയേൽ ആദ്യാവസാനം ഒരു താഴ്ചകളുമില്ലാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിട്ട് നിന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല മനുഷ്യരുടെ മുമ്പിലും ദാനിയേലിന് വലിയ സാക്ഷ്യം ഉണ്ടായിരുന്നു. ദാനിയേൽ 7:23 ഇങ്ങനെ പറയുന്നു. 22 സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ദാനിയേലിന് ദൈവത്തിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ ഇങ്ങനൊരു കാര്യം പറയാൻ സാധിച്ചു. തിരുമുമ്പിൽ ഞാൻ കുറ്റമില്ലാത്തവനാണെന്നും അതുപോലെ രാജാവിൻ്റെ മുമ്പിലും ഞാൻ തിരുമുമ്പിലും യാതൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിഞ്ഞു. ഇതിന് അടിവരയിട്ടുകൊണ്ടാണ് യഹോവ നമ്മൾ മുകളിൽ ചിന്തിച്ച വാക്യത്തിൽ ദാനിയേലിനെ മാനിച്ചത്. വിശ്വസ്തരെ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ദാനിയേലിൻ്റെ ജീവിതം ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് നമുക്കും ആ വിശ്വസ്തരേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.